ഹായ്, ഇന്ന് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ്. ആക്ച്വലി എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചും അറിയില്ല. എല്ലാവരുടെയും വിചാരം എനിക്ക് ഹാക്ക് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റിൽ മാത്രമാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഹാക്കിങ്ങിലാണെങ്കിലും ഒഫൻസീവ് ഹാക്കിംഗ് ആൻഡ് ഡിഫെൻസീവ് ഹാക്കിംഗ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. അതിനകത്ത് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിലൂടെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഡിഫെൻസീവ് ഹാക്കിംഗ് ആണ് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ 6 മാസത്തെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മാസ്റ്റേഴ്സ് 1 ഇയർ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ഒരു ചിന്താഗതി സൈബർ സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ കോഡിംഗ് വേണമെന്നാണ്. കോഡിംഗ് അല്ല സൈബർ സെക്യൂരിറ്റിയിൽ, കൂടുതലും ടൂൾസാണ്, ഹാക്കിംഗ് ടൂൾസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, സൈബർ ഫോറൻസിക് ആയിക്കോട്ടെ, ഇത് ടൂളുകളാണ്. അപ്പോൾ അതിനകത്ത് നെറ്റ്വർക്കിംഗ് വരുന്നുണ്ടാവും, നെറ്റ്വർക്കിംഗ് ടൂൾസുകൾ വരുന്നുണ്ടാവും, അതുപോലെ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത്, സോഷ്യൽ എഞ്ചിനീയറിങ്, IoT ഹാക്കിങ്, സോഷ്യൽ മീഡിയ ഹാക്കിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുമാണ് ഈ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡിഫൻസ് ആണ് ഈ സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിക്കുകയും അങ്ങനെയുള്ള സെക്യൂരിറ്റി കമ്പനികളിലേക്കാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയും ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പറയും ടെക്നോ പാർക്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ കിട്ടും, ബാംഗ്ലൂർ കിട്ടും. ഇത് ശരിയാണ്, ടെക്നോ പാർക്കുകളിലാണ് സൈബർ സെക്യൂരിറ്റി കമ്പനികളുള്ളത്. പക്ഷേ അവിടെ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിലാണ് ജോബ് കിട്ടുന്നതെന്ന് പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾക്ക് സൈബർ സെക്യൂരിറ്റി കമ്പനികൾ ഇഷ്ടം പോലെ നിലവിലുണ്ട്. അവിടേക്ക് കൃത്യമായ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് പഠിച്ചെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഇഷ്ടം പോലെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ, പെനട്രേഷൻ ടെസ്റ്റേഴ്സ്, സോക്ക് അനലിസ്റ്റ്, അങ്ങനെ നിരവധിയായ വേക്കൻസികളുള്ള ഈ ഫീൽഡിലേക്ക് നമുക്ക് വെറും ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, +2 കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, ഡിപ്ലോമ IT, BTech IT, BCA കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈബർ ഫോറൻസിക്, MSc സൈബർ ഫോറൻസിക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും അവരുടെ കരിയറിനെ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആണ്. ഇതിനകത്തൂടെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒരു 200+ ലാബ്സിലൂടെ ഒരു 3500ഓളം ഹാക്കിംഗ് ടൂൾസാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഹാക്കിംഗ്, മൊബൈൽ പ്ലാറ്റ്ഫോം, iOS, ആൻഡ്രോയിഡ്, സ്നിഫിംഗ്, ഫിഷിംഗ്, നിരവധിയായിട്ടുള്ള ഏരിയകൾ കംപ്ലീറ്റ് ചെയ്യാനും എത്തിക്കൽ ഹാക്കിങ്ങിലൂടെ സൈബർ സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് എത്തിക്കൽ ഹാക്കിംഗ് ടൂൾസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ നെക്സ്റ്റ് ലെവലായിട്ട് CPENT, സർട്ടിഫൈഡ് പെനട്രേഷൻ ടെസ്റ്റർ, ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെനട്രേഷൻ ടെസ്റ്റിംഗ് മേഖലകളിലേക്ക് പോകാം. ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് സോക്ക് അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് വരുന്നുണ്ടാവും. അതിനുശേഷം നെറ്റ്വർക്ക് ഡിഫൻഡർ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം ഇൻസിഡൻറ്റ് ഹാൻഡ്ലർ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം ഫോറൻസിക്കിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള ലെവലിലേക്ക് വരുവാണ്. അങ്ങനെ നിരവധിയായിട്ട് നമ്മളുടെ കരിയർ എക്സ്പീരിയൻസ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കൂടെയുള്ള ഒരു നല്ലൊരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. Blitz Academy, right choice for bright future.